ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇവിടെ അൽഹംദുലില്ലാ നല്ല സുഖമായി പോകുന്നു. പിന്നെ നല്ല അടിപൊളി മഴയോട് കൂടി തന്നെയാണ് പോകുന്നത്. ഞങ്ങളെ കല്യാണമൊക്കെ മഴത്തങ്ങനെ കുടുങ്ങി. പിന്നെ ആ കല്യാണം കഴിഞ്ഞതിൻ്റെ ഹാങ് ഓവർ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. വളരെ ക്ഷീണവും അങ്ങനെ പല പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. അങ്ങനെതാ ഇന്ന് കുറച്ച് ഞാവൽപ്പഴത്തിൻ്റെ കഥ പറഞ്ഞുതരാം. ഈ ഒരു സംഭവം എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമില്ല. ഞാൻ ഈ ഒരു ഭാഗം എവിടെ കണ്ടാലും ഞാൻ ആ ഭാഗം മൈൻഡ് ചെയ്യാതെ ആ ഭാഗത്ത് കൂടി തിരിച്ചു പോകുന്ന ഒരാളാണ്. എന്തോ എല്ലാവരും പറയും ഇത് നല്ലൊരു ടേസ്റ്റാണ്, നല്ല 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 കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞാലും അന്നും ഇന്നും ഇനി അങ്ങോട്ടേക്കല്ല, എനിക്കിഷ്ടമില്ല ഈ ഒരു സംഭവം. പൊതുവേ ഞാൻ ചെറുപ്പത്തിൽ കഴിക്കാത്ത പല കാര്യങ്ങളും ഇതാ ഈ ഒരു ടൈമിൽ ഇപ്പം കഴിച്ച് ആസ്വദിക്കുന്നുണ്ട്. ആ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇതിനോട് അതിതാ എൻ്റെ ഈ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും, എനിക്കിതിനോടെന്തോ വലിയ അങ്ങോട്ട് ലൈക്കാവുന്നില്ല. എന്നങ്ങോട്ട് ഇത് കടിക്കുമ്പോൾ വായ നിറച്ചും കറ കുത്തുക, അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് ഇതിനുണ്ട്. ഇനി എനിക്ക് മാത്രം തോന്നുന്ന മിസ്റ്റേക്കാണോന്നും അറിയില്ല. എന്തായാലും സംഭവം എനിക്കിഷ്ടമില്ല. ഇവർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇപ്പം മക്കളും എല്ലാവരും കൂടി ഇത് വാങ്ങി വന്ന് അവർ തന്നെ അവരെന്നെ തന്നെ കഴുകി അവർ തന്നെ നന്നായിട്ടൊന്ന് ഉടക്കണമല്ലോ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല ഈ സംഭവം, കാരണം ഞാൻ ഈ ഭാഗം മൈൻഡ് ചെയ്യില്ല. അങ്ങനെ അവരെന്നെ ഒന്നും കൂടി നന്നായിട്ട് ഉടച്ച്, അത് ഉടക്കാതെ ഒന്നും കൂടി സെറ്റാവായിട്ട് വീണ്ടും ഒന്നും കൂടി ഉടച്ച് നല്ലോണം ഉപ്പ് വിതറി. അപ്പോൾ പറയുന്നുണ്ട് ഉപ്പ് കൂടുതലിട്ട് അതും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അവർ വീണ്ടും ഒന്നും കൂടി അത് ഉടച്ച് കൊടുത്ത് വീണ്ടും കഴിച്ച് അങ്ങനെ അവരെന്നെ അത് മൊത്തം തീർത്തെന്ന് പറയാം. അവിടെ ഇല്ലാത്തവർക്കൊന്നും അത് കിട്ടിയില്ല. പിന്നീട് വന്നിട്ട് ചോദ്യമായി, ഇവിടെ ഇത് തിന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന്. എങ്ങനെ കിട്ടാനാണ്, ഇവർ തന്നെ അത് കഴിച്ച് തീർത്ത്. പക്ഷേ ഇതിലേക്ക് ഞാൻ ഒരു പങ്കും വഹിച്ചിട്ടില്ല. ആ ഒരു രണ്ട് പീസ് മാത്രമാണ് ഞാൻ വഹിച്ചത്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യം ഇതാ ഈ കളറ്. പക്ഷേ അല്ലുവിൻ്റെ കളറൊരു പർപ്പിളാണെങ്കിലും സിയാദ് കാക്കയ്ക്ക് 2 കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൂടുതലും സിയാദ് കാക്കനായിരിക്കും കഴിച്ചത്. കൊച്ചു കള്ള. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യട്ടെ.